മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിനെയും ലേഖയും കാണാനായിട്ട് എത്തുന്നുണ്ട്. അവരെ സ്വീകരിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അനന്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടതിന്റെ ആ സന്തോഷത്തിലാണ് കണ്ണനും അനന്തവും. തുടർന്ന് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഒരുപാട് താൻ കണ്ടതല്ലേ അനന്തുവിനെ, ഇനി പരിചയപ്പെടുത്തേണ്ട പ്രത്യേകം ആവശ്യമില്ലല്ലോ എന്നും മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് അനന്തുവിനോടും നീ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ട എന്റെ ഭാര്യ മഹി എന്ന മഹാലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിനും മഹാലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ യാത്ര നേരത്തെ ആക്കിയതാണ് മഹിയെ കാണാൻ എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നെക്കാളും മഹിയെ കാണാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ ഭാര്യ ലേഖയാണെന്നും അനന്ത് പറയുന്നുണ്ട്. തുടർന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ലേഖ എവിടെയെന്ന് കണ്ണൻ പറയുന്നതും ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലേഖ താഴേക്ക് ഇറങ്ങി വരികയാണ്. ലേഖയെ കാണുന്നതും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് അവര് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് സ്നേഹത്തോടെ. ശേഷം ഞങ്ങളെ ഇങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് കണ്ടിട്ട് പോകാമെന്നൊന്നും കരുതണ്ട, ഞങ്ങളെ വീടില്ല എന്നെല്ലാം ലേഖ പറയുമ്പോ ലഞ്ച് കഴിച്ചിട്ടേ ഞങ്ങൾ പോകൂ എന്ന് കണ്ണൻ പറയുന്നതും ഇന്നത്തെ ദിവസം നിന്നെയും മഹിയെയും ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. എനിക്ക് കണ്ണേട്ടന്റെ മഹിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് ലേഖയും പറയുന്നുണ്ട്. തുടർന്ന് മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇവരിനി അത്ര പെട്ടെന്നൊന്നും നമ്മളെ വിടില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ കൂടാം എന്ന് കണ്ണൻ പറയുമ്പോ അയ്യോ ഞാനൊരു ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല എന്ന് മഹി പറയുന്നതും ഇവിടേക്ക് വരുമ്പോ എന്തിനാ ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നത്, കണ്ണനും മഹിക്കൊക്കെ ഉള്ള ഡ്രസ്സ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. കല്യാണത്തിന് മുൻപ് ഞങ്ങൾ ലീവിന് വന്നു കഴിഞ്ഞാല് കണ്ണൻ മിക്ക ദിവസവും ഞങ്ങളുടെ ഒപ്പമാണ് താമസിക്കാറ്, അതുകൊണ്ട് ഇവന്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഷെൽഫിലുണ്ട്, മഹിക്കുള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ടെന്നൊക്കെ അനന്തവും ലേഖയും പറയുന്നുണ്ട് കേട്ടോ. മഹിക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ ഡ്രൈവറോട് പറയാമെന്ന് കണ്ണൻ പറയുമ്പോ എന്താ ഇവള് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും മഹിക്ക് ചേരില്ല എന്ന് അനന്ത് ചോദിക്കുമ്പോ നിങ്ങൾ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന വില കൂടിയ ഡ്രസ്സൊക്കെ ആയിരിക്കില്ലേ, അതൊന്നും മഹിയുടെ മനസ്സിന് പിടിക്കില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മഹിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് ലേഖ ചെയ്യുന്നത്. അവര് പോയതിനു ശേഷം നേരിട്ട് കണ്ടപ്പോ എന്റെ പെണ്ണ് എങ്ങനെയുണ്ടെന്ന് കണ്ണൻ അനന്തുവിനോട് ചോദിക്കുമ്പോ നിന്റെ സെലക്ഷൻ 1% പോലും തെറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാണ് നിന്റെ മഹി എന്നും ആ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ടെന്നും അനന്തു പറയുന്നുണ്ട്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് എന്റെ ചുറ്റിനുണ്ട്, അവര് തന്നെയാണ് എനിക്ക് ഇതുപോലൊരു പെൺകുട്ടിയെ ദാനമായിട്ട് തന്നത്. ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും അയാളെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് എന്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം നീയും ലേഖയും ഉൾപ്പെടെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു എന്റെ ആകെയുള്ള ആശ്വാസം. എന്നാൽ അതിനുശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് മാലാഖയെ പോലെ കടന്നു വന്നവളാണ് മഹി എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘൻ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്, കല്യാണത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ് എന്റെ മുറപ്പെണ്ണും ഇവിടെയുള്ളവരൊക്കെ, പക്ഷെ മഹാലക്ഷ്മിയുടെ ഭീഷണി എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. മഞ്ജുവുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ കണ്ണനോട് അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതാണ് അവളുടെ ഭീഷണി. അതുകൊണ്ട് എന്റെ മുന്നിൽ ഇപ്പൊ ഒരു വഴിയുള്ളൂ, നീ അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം. അവളെ ഇതുവരെ നടന്നതൊന്നും കണ്ണനോട് പറയാത്ത സ്ഥിതിക്ക് അവൾക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത് എന്നെല്ലാം മേഘം പറയുമ്പോ ആ സംഭവത്തിന് ശേഷം അവളിപ്പോ എന്നോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. തുടർന്ന് മേഘൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു പെണ്ണിന് മുൻപില് നമ്മൾ നമ്മുടെ മനസ്സ് തുറക്കുമ്പോ അവര് ചിലപ്പോ അകലം പാലിക്കും, പൊട്ടിത്തെറിച്ചെന്നിരിക്കും, എങ്കിലും നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നമ്മളോട് സ്നേഹം കൂടി വരും. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി സ്വപ്നം കാണുന്ന സമയമാണിത്. പ്രത്യേകിച്ചും അവളുടെ അനിയത്തി അമ്മയാകാൻ പോകുന്ന ഈ ഒരു സമയത്ത് അവിടെ നീയാണ് അവൾക്ക് ഒരു കച്ചി തുരുമ്പ്, അതുകൊണ്ട് നീ ഉണർന്ന് പ്രവർത്തിക്കണം, സിമ്പതി വർക്കൗട്ട് ചെയ്യിക്കണം എന്നെല്ലാം മേഘം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗറിനോടായിട്ട്. അവളെയും കൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് മഞ്ജുവിനെ കല്യാണം കഴിക്കാം. ഒരുത്തന്റെ ഒപ്പം ഒളിച്ചോടി പോയ ഒരു പെണ്ണ് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാനോ ഒന്നും പോകുന്നില്ല എന്ന് മേഘം പറയുമ്പോ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. നിനക്ക് ഇത്തരം കളികളൊന്നും പുത്തിരിയല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചു തരണമെന്നെല്ലാം മേഘം പറയുമ്പോ ഒന്നുകൂടി പയറ്റു നോക്കാം എന്ന് തന്നെ സാഗരം സമ്മതിക്കുന്നുണ്ട്. പയറ്റു നോക്കണം, കണ്ണനെ മഹാലക്ഷ്മിയിൽ നിന്നും അകറ്റാൻ ഒരു മാർഗമുണ്ട്, മഹിയെ കണ്ണൻ വെറുക്കുന്ന ഒരു മാർഗം, ഏതൊരു പെണ്ണിനെയും ഒരു പുരുഷൻ തള്ളിക്കളയുന്ന ഒരു മാർഗം, അതുകൂടി ആയാൽ പിന്നെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അടുത്ത് വിളിച്ചിട്ട് ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. ഇത് കേൾക്കുന്നതും അത് തീക്കളിയല്ലേ സാറേ എന്ന് സാഗര പേടിയോട് ചോദിക്കുമ്പോ ഇതുവരെ മഹാലക്ഷ്മി കണ്ണനോട് നടന്നതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനൊരു തീക്കളി നീ ചെയ്തു കഴിഞ്ഞാലും അതിലൊരു തെറ്റുമില്ല, കണ്ണൻ നമ്മളെ പോലെ തരികിടയൊന്നുമല്ല, അവൻ വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കും, വിശ്വാസബന്ധനം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരാളെയും കൂടെ നിർത്തില്ല, ഉടനെ തന്നെ തല്ലിയിറക്കും, ഞാൻ പറഞ്ഞതും നടക്കാതെ നീ ഭയന്ന് നിന്ന് കഴിഞ്ഞാൽ തന്റെ ഇടത്തോടെ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാനൊക്കെ സാഗറിന് ധൈര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അതിന് സമ്മതിച്ചുകൊണ്ട് സാഗർ അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മി ലേഖയും അനന്തവും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതേ സമയം മഹാലക്ഷ്മി കൊടുത്തുവിട്ട അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് കേട്ടോ
കേട്ടോ അനന്തോ. തുടർന്ന് ലേഖയും നല്ലൊരു കുക്കാണെന്നും ഇയാൾക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ലേഖ അത് സഹിക്കും, പക്ഷെ ഫുഡ് നന്നായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല എന്നെല്ലാം ലേഖയെ കുറിച്ച് അനന്ത് പറയുമ്പോൾ ലേഖയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും കറികളും ഒരുപാട് നന്നായിട്ടുണ്ടെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അനന്തു ആണെങ്കിൽ 4-5 വർഷം മുമ്പ് മരിച്ചുപോയ തന്റെ അമ്മയെ കുറിച്ചും എന്റെ പോലെ തന്നെയായിരുന്നു കണ്ണനും, എന്റെ അമ്മയ്ക്ക് സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും പറയുന്നുണ്ട്, എന്റെ രണ്ടാനമ്മയ്ക്ക് ഞാൻ മോനല്ല, പക്ഷെ അനന്തുവിന്റെ അമ്മയ്ക്ക് ഞാൻ സ്വന്തം മോനെ പോലെ തന്നെയായിരുന്നു. വയ്യാത്ത മോനായതുകൊണ്ട് ഇവനേക്കാൾ ആ അമ്മ സ്നേഹിച്ചത് എന്നെയാണ്. അമ്മയുടെ ചൂടും തണലും ഒക്കെ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നത് അവര് പോയതിനു ശേഷമാണ്. എന്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ കുറച്ചു കാലം മനസ്സറിഞ്ഞ് ജീവിച്ചത്, ഹൃദയം കുറഞ്ഞ് സന്തോഷിച്ചത് ഇയാള് വന്നപ്പോഴാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടപ്പോ അതുപോലെ ഇയാളെ എന്നിൽ നിന്നും അകറ്റരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് വല്ലാതെ ദേഷ്യത്തിലിരിക്കുന്ന കരുണയാണ്. ഇതേ സമയം ഉണ്ണി വന്നിട്ട് എന്തോ ഒരു ആലോചന എന്ന് ചോദിക്കുമ്പോൾ കല്യാണത്തിന് ശേഷം പലയിടത്തും കറങ്ങി നടക്കാൻ ഞാനാണ് ആഗ്രഹിച്ചത്, എന്നിട്ടിപ്പോ പുറത്തു കറങ്ങി നടക്കുന്നതൊക്കെ അവളാണ്. കണ്ണച്ചാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാനാണ് അവര് പോയിരിക്കുന്നത്. ഇനി അവര് സ്വർണ്ണാണോ ഡയമണ്ട് ആണോ ജർമ്മൻ ഗോൾഡ് ആണോ എന്തൊക്കെയാണ് അവൾക്ക് കൊടുത്തയക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസൂയയുടെയും കുശുമ്പോടെയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ എന്ത് കൊടുത്താലും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തതെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി നമുക്ക് കുഞ്ഞിനെ പറ്റി പറയാം, പക്ഷെ അവളുടെ കാര്യങ്ങൾ അവൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ കണ്ട് കണ്ണു തള്ളി പോവാണെന്നൊക്കെ കരുണ പറയുന്നുണ്ട് കേട്ടോ. നീ എത്ര ഭാഗ്യവതിയായിരുന്നായിരിക്കും ഏട്ടത്തി ചിന്തിക്കുന്നതെന്ന് ഉണ്ണി ഇതേ സമയം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ അങ്ങനെ അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം അവരത്രയ്ക്ക് തരം താണ രീതിയിലാണ് ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചത്. ഈ വീട്ടില് ഇങ്ങനെയൊരു അവർക്ക് ജീവിതം കിട്ടിയിരിക്കുന്നത് ലോട്ടറിയാണ്. കാലിന് വയ്യാത്ത ഒരാളാണ് ഭർത്താവ് എന്നത് ഒഴിച്ചാൽ മറ്റെന്തിന്റെ കുറവാണ് അവർക്കുള്ളത്? വില കൂടിയ കാറിൽ രാവിലെ ഓഫീസിലേക്ക് പോകാം, ഞാനോ ഇവിടെ തളക്കപ്പെട്ട പോലെ ആയെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ കലിതുള്ളുന്നുണ്ട് കേട്ടോ കരുണ. എന്റെ ഭർത്താവിനെ തൂക്കം കൂടിയ സ്വർണ്ണം ഒന്നും വാങ്ങിച്ചു തരാൻ കഴിവില്ല എന്ന് അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കണ്ണേട്ടനെ പോലെ കാശുള്ള ഫ്രണ്ട്സ് ഒന്നും ഉണ്ണിയേട്ടനില്ല എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏട്ടന്റെ തളയിൽ ജീവിക്കുന്ന ഒരു അനിയൻ, അതാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വല്ലാതെ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് കരുണയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞിട്ടും അതിന് ഭാഗ്യമില്ലാതെ പോയ നിന്റെ ചേച്ചിയുടെ അവസ്ഥ നീ ഒന്ന് ആലോചിക്കുക കരുണേ. ആ സ്ഥാനത്ത് നീയാണെങ്കിൽ എത്രമാത്രം വേദനിക്കുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോ കണ്ണച്ചാര് വലിയൊരു അപകടത്തിൽ പെട്ടതുകൊണ്ട് തന്നെ അയാൾക്ക് ആയുസ്സൊക്കെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോ ആ ലക്ഷ്മിക്ക് ആയിരിക്കില്ലേ ബാക്കിയുള്ള സ്വത്തൊക്കെ അവകാശപ്പെട്ടത്. അങ്ങനെ വരുമ്പോ ഞാനാണോ അതോ അവളാണോ വലുത് എന്ന് കരുണ ചോദിക്കുമ്പോ വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഭാഗ്യമില്ലാത്തവൾ ഒരിക്കലും നിനക്ക് മുകളിലാവില്ല കരുണേ. എത്രയൊക്കെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും ഒക്കത്തൊരു കുഞ്ഞുമായിട്ട് നിൽക്കാൻ കഴിയാത്തവർക്ക് നിന്റെ സന്തോഷം അവൾക്ക് ഈ ജന്മം കിട്ടാനും പോകുന്നില്ല എന്നെല്ലാം ഉണ്ണി കരുണയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കരുണ വീണ്ടും പറയുന്നുണ്ട്, അവരിപ്പോ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ അടിച്ചു പൊളിക്കായിരിക്കും. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോ അവളുടെ കഴുതില് വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണം ഉണ്ടായിരിക്കും. അത് കണ്ട് വെള്ളം ഇറക്കി നിൽക്കാനാണ് എന്റെ യോഗം എന്ന് പറഞ്ഞുകൊണ്ട് കലുതുള്ളി അവിടേക്ക് പോവാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അതിനുശേഷം മഹാലക്ഷ്മിയോടായിട്ട് ലേഖ പറയുന്നുണ്ട്, മഹിക്ക് ആ ഡോക്ടറെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും കണ്ണേട്ടനെ ചികിത്സിപ്പിക്കണം. നേരത്തെ കണ്ണേട്ടന്റെ ചികിത്സയൊക്കെ നടത്തിയത് രണ്ടാനമ്മയും കണ്ണേട്ടന്റെ അമ്മാവിനുമാണ്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് വലിയ തൃപ്തിയൊന്നും ഇല്ല എന്ന് ലേഖ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതില് മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചത്. പക്ഷെ കണ്ണേട്ടൻ വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്നെല്ലാം മഹി പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ ശരിയാക്കാം. തുടർന്ന് ഇത്ര നാള് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖത്തെ കുറിച്ചെല്ലാം ലേഖ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാ സൗഭാഗ്യവും കൂടി ഒന്നിച്ച് ദൈവം ഒരാൾക്ക് തരില്ല, എന്തെങ്കിലുമൊക്കെ നഷ്ടം എല്ലാവർക്കും ഉണ്ടാവും എന്നും ലേഖ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ശേഷം മഹിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു പെട്ടി നിറയെ സമ്മാനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലേഖ. ഇതെല്ലാം മഹിക്കുള്ളതാണെന്നും പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് വെട്ടിത്തിളങ്ങുന്ന ഒരു സ്വർണത്തിന്റെ ഒരു നെക്ലസും മഹിക്ക് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ ലേഖ. ഇതേ സമയം കരുണയ്ക്ക് ഇത് കണ്ട് അവൾക്ക് ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് ലേഖ പറയുന്നുണ്ട്, എല്ലാ തവണയും വരുമ്പോ ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതൊക്കെ കണ്ണേട്ടൻ സ്വന്തം പെങ്ങൾക്കാണ് കൊടുക്കാറ്. പക്ഷെ ഇത്തവണ കണ്ണേട്ടന് താങ്ങും തണലുമായി നിൽക്കുന്ന മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്.
മഹിയുടെ ത്യാഗത്തിന് എന്ത് തന്നാലും അത് പകരമാവില്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ അത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതൊരു ത്യാഗമല്ല ലേഖേ. എന്നെ പെണ്ണ് കണ്ടതിന് ശേഷം കല്യാണം നടക്കില്ല എന്ന് ഉറപ്പിച്ചാണ് കണ്ണേട്ടൻ പോയത്. പക്ഷെ എനിക്ക് കണ്ണേട്ടനെ തന്നെ മതി എന്ന് പറഞ്ഞത് ഞാനാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കണ്ണേട്ടന്റെ ജീവിതത്തിൽ എന്നെ പോലെ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്ന് തോന്നി. മാത്രമല്ല എനിക്ക് എന്ത് വിഷമവും പ്രയാസവും വന്നു കഴിഞ്ഞാൽ എനിക്കൊപ്പം എന്നും കൂടെ നിൽക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് മുന്നിൽ കണ്ണേട്ടന്റെ നറുക്ക് വീണത് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ആരോടും ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരും ഇതിനെ ശക്തമായിട്ട് എതിർത്തു. എന്റെ അമ്മ പോലും ഇതിനെ ശക്തമായിട്ട് എതിർത്തു. ആ എതിർപ്പിനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയായത് എന്നെല്ലാം ലേഖയോട് നടന്ന കാര്യങ്ങളെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹി പറയുന്നുണ്ട്, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട വെളിച്ചപ്പാടും പറഞ്ഞിരുന്നു, എന്റെ ജീവിതത്തിൽ ഉണ്ണിക്കണ്ണനെ പോലെ ഒരാൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ പക്ഷെ കണ്ണേട്ടന് ഉണ്ണിക്കണ്ണനെ പോലെ ഓടി നടക്കാൻ കഴിയില്ലല്ലോ എന്ന് ലേഖ പറയുന്നതും, കണ്ണേട്ടനെ പോലെ നല്ല മനസ്സുള്ളവരൊക്കെ ഇക്കാലത്ത് കുറവാണ്. എന്റെ രണ്ടാനച്ഛനാണെങ്കിൽ എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് രണ്ടാനച്ഛനെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ദിവസം പോലും മനസ്സ് നിറഞ്ഞു ചിരിക്കാനോ സന്തോഷിക്കാനോ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് ഒഴുകി രണ്ടാമത് വിവാഹം കഴിച്ചത് തെറ്റായി പോയി എന്ന് പലപ്പോഴും അമ്മ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം ഒരു പെൺകുട്ടിക്ക് വേണ്ടത് അവളുടെ ഭർത്താവിന്റെ കലർപ്പില്ലാത്ത സ്നേഹം മാത്രമാണ്. അതിൽ കണ്ണേട്ടനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കണ്ണേട്ടൻ എല്ലാം അതിൽ മുന്നിലാണെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ മഹി പറഞ്ഞത് ശരി തന്നെയാണ്. കണ്ണേട്ടനെ പോലെ തന്നെയാണ് അനന്തവും. അതുകൊണ്ടാണ് കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം ഞാൻ അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കാത്തത് എന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോടായിട്ട്. മഹിക്ക് ഈ സമ്മാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ലേഖ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, ഇതൊക്കെ അത്രയും വില കൂടിയ സമ്മാനങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഞാൻ പക്ഷെ എന്റെ അനിയത്തിയെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അവൾക്ക് ഇതൊന്നും കണ്ടാൽ സഹിക്കാൻ പറ്റില്ല എന്ന് മഹി പറയുമ്പോൾ കണ്ണേട്ടൻ പറഞ്ഞിരുന്നു മഹിയുടെ അനിയത്തിയെ കുറിച്ച്, അവനും അങ്ങനെ തന്നെയാണ് ഉണ്ണി, സമ്പത്തിന് വേണ്ടി തന്നെയാണ് അവരെല്ലാവരും കണ്ണേട്ടനെ സ്നേഹിക്കുന്നത് എന്ന് ലേഖ പറയുന്നത് കേട്ട് ലേഖയെ നോക്കുന്ന മഹാലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് താങ്ക് യു.